ആരായിരിക്കും നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി? അതാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ വി ഡി സതീശനായിരിക്കും. ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് വരേണ്ടത് ഒരു പക്ഷേ ഒരു കൂടുതൽ അർഹതയുള്ളതും വി ഡി സതീശനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ കോൺഗ്രസ് ആയതുകൊണ്ട് വി ഡി സതീശനാകാൻ സാധിക്കും. കോൺഗ്രസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാരെയൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് വളരെ വിചിത്രമായ പല രീതികളിലൂടെയാണ്. ഇപ്പൊ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പഞ്ചാബിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ വലിയ ജനപ്രീതിയുള്ള ഭരണമായിരുന്നു. അത് പക്ഷെ ഹൈക്കമാൻഡ് ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങനെ പോകേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ അവരോട് തന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് ചന്നി എന്ന് പറയുന്ന ഒരാളെ മികച്ച വ്യക്തി അവിടെ കൊണ്ട് വെച്ചു. അത് മറ്റേ ഒറ്റടിക്ക് ഒരാളെ കൊന്ന സിദ്ധു ഉണ്ടല്ലോ, ആ കുറ്റവാളി, അത് രക്ഷപ്പെട്ടു. അദ്ദേഹം അടിച്ചു. പക്ഷെ അദ്ദേഹം മരണമാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റാണ്, ഇമ്രാൻ ഖാന്റെ സുഹൃത്ത്. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടിട്ടാണ് ഇവർ എന്ത് ചെയ്തത്, ഇദ്ദേഹത്തെ പ്ലേസ് ചെയ്തു, ചന്നിയെ പ്ലേസ് ചെയ്ത്. ചന്നി ശരിക്കും പറഞ്ഞ പാർട്ടി ചിഹ്നഭിന്നമാക്കി കയ്യിൽ പോയി. അപ്പൊ അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു, ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ പാർട്ടി അവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നു, അതൊരു മുഖ്യമന്ത്രിയാകുന്നു. ആ മുഖ്യമന്ത്രി ആയതിനു ശേഷം അശോക് ഗെഹ്ലോട്ടിനെ ഡൽഹിക്ക് വിളിക്കുന്നു. ഡൽഹിക്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ പറയുന്നത് അശോക് ഗെഹ്ലോട്ടിനെ പറഞ്ഞിട്ട് പോകുന്നു, ഞാൻ പോയി നിങ്ങളെല്ലാവരും കൂടി രാജിവെച്ചിരുന്നു. 90 MLA രാജിവെക്കാൻ പോകുന്നു. അതേ സ്പീഡിൽ പുള്ളിനെ തിരിച്ചു വീണ്ടും കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു പാർട്ടിയാണ്. ഗോവയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം ഉണ്ടായെങ്കിൽ ഹൈക്കമാൻഡ് പതുക്കെ ഉറപ്പ് എഴുന്നേറ്റ് 12 മണിക്ക് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് എഴുന്നേറ്റ് എല്ലാം ഇരിക്കുമ്പോഴത്തേക്കും അവിടെ BJP അവരെ കൊണ്ട് പോയി. അവിടെ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ചെയ്ത പണിയാണ് താങ്കൾ അറിയണ്ട. അവിടെ ഓരോ MLA കൊണ്ടുപോയിട്ട് ഓരോരുത്തര, അതായത് ഈ പറയുന്ന പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഓരോരുത്തരെ കൊണ്ട് പ്രതിജ്ഞ വിളിക്കുകയാണെങ്കിൽ മാറിയുള്ളൂ. ഒന്ന് ആലോചിക്കും ഒരു പാർട്ടിയുടെ അവസ്ഥ. എന്നിട്ട് ശരിക്കും അതിൽ നിന്ന് മാറിയവരാണെന്ന് താങ്കൾ പറഞ്ഞ ഡയലോഗ് പറഞ്ഞു. അതായത് ഞാൻ ഇന്നലെ ചെന്ന് രാവിലെ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം മാറിക്കൊള്ളാൻ പറയുന്നു, വേറെ കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ ഇവിടത്തെ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഇപ്പൊ തെലങ്കാനയിലൊക്കെ തന്നെ ഇതുപോലെ പാർലമെന്ററി പാർട്ടി കൂടി ഭൂരിപക്ഷമുള്ള ആളെയാണ് തീരുമാനിച്ചത്. അതൊന്നും ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇവിടെ പിന്നെ പാർലമെന്ററി പാർട്ടി കൂടി ഭൂരിപക്ഷം തീരുമാനിക്കുകയാണെങ്കിൽ 101% ഉറപ്പത് KC വേണുഗോപാൽ. മനസ്സിലായി, KC വേണുഗോപാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, KC വേണുഗോപാലിന് ഇപ്പൊ തന്നെ ഒരു ഗ്രീൻ സിഗ്നൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരുന്നു. വേറെ സംസ്ഥാനങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പ് നടക്കാതില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതലായിരുന്നു. അദ്ദേഹം നമ്മളങ്ങനെ നേരത്തെ സംസാരിച്ചപ്പോഴാണ് ആദ്യമേ എനിക്കിത് സ്പെൽ ചെയ്തിരുന്നു. കാരണം അദ്ദേഹം ഈ പണി അദ്ദേഹം ഒന്ന് ആലോചിക്കും, വെള്ളമുണ്ട കൊടുത്തു വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ കസേരയിലല്ലോ, പിന്നെ ഞാൻ എന്തിന് കസേരയിൽ ഇരിക്കുന്നു, പുള്ളി താഴെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ ചെയ്തു. സത്യത്തിൽ ആ തൊഴിലാളികൾ കൂടി ഞെട്ടിപ്പോയിട്ടുണ്ട് തൊഴിലുറപ്പിടുന്നത്. കാരണം അവരൊരിക്കലും വെള്ളം കൊടുത്താലും താഴെ ഇരിക്കില്ല. വേണമെങ്കിൽ കാരണം 1000 കൊണ്ട് വേണമെങ്കിലും തീവാരം കിട്ടും, അതുകൊണ്ടാണ് കുഴപ്പമില്ല. പക്ഷെ പുള്ളി ഇരുന്നു. പിന്നെ സ്വിഗ്ഗിക്കാരുടെ പുറകെ ഇരുന്ന് പുള്ളി ബൈക്കിൽ ഓടിക്കുന്നു, പോകുന്നു. എന്നിട്ട് ഇവർക്ക് കേക്ക് മേടിച്ച് കൊടുക്കുന്നു. പിന്നെ ഒരു വീട്ടിൽ ചെന്നിട്ട് കപ്പ് കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ കുഴപ്പമില്ല പുള്ളി ചെയ്ത്. ആ ചെയ്തത് ഭയങ്കര പോറായി പോയി. അപ്പൊ അത്തരത്തിലുള്ള ആള് അദ്ദേഹം എന്തിനു വേണ്ടി ചെയ്യും ഒന്ന് ആലോചിച്ചോക്കണം നിങ്ങള്. ലോക്സഭയിലേക്ക് അത് ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്യാത്ത ഒരാള് ഇതിനു വേണ്ടി എന്തിനു ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം കേരളം മുഴുവൻ ഒരു സ്വീകാര്യനായിട്ടുള്ള നേതാവായിട്ട് മാറാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഒന്ന്. ഇനി രണ്ടാമത്തത്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശന്റെ കേസിൽ വി ഡി സതീശനൊക്കെ ഈ പുതുവിക യാത്രയൊക്കെ നടത്തിയപ്പോ ആ യാത്രകളിൽ എല്ലാ ജില്ലകളിലുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിട്ട് സംസാരിക്കുകയും അവിടെ ആരൊക്കെയാണ് ഏതൊക്കെ സീറ്റുകളിലേക്കാണ് കൃത്യമായി തീരുമാനിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ അത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന KPCC പ്രസിഡന്റും അതുപോലെ ആളുകൾക്കൊന്നും കുഴപ്പമുണ്ടായില്ല. ഇങ്ങനെ എല്ലാവരുമായിട്ടൊരു അമിക്കബിൾ സെറ്റിൽമെന്റ് എത്തുകയും വലിയ തോതിൽ ഈ സാമുദായിക പ്രൊപ്പോർഷൻ എല്ലാം അതുപോലെ വനിതാ പ്രൊപ്പോർഷൻ എല്ലാം ഇതിനെ കൃത്യമാക്കി വെക്കുകയും ചെയ്യുന്ന ഒരു ലിസ്റ്റുമായിട്ടാണ് വി ഡി സതീശൻ പോകുന്നത്. അതുകൊണ്ടാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിന് ഞങ്ങളുടെ ലിസ്റ്റ് വരുമെന്നാണ്. പോയപ്പോ പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വി ഡി സതീശൻ ഈ ലിസ്റ്റ് എടുത്ത് മുകളിൽ വെച്ച് KC വേറൊരു ലിസ്റ്റ് എടുത്ത് മുകളിൽ വെച്ചു. അതായത് ഇത് അടപടലം വെട്ടി. ഈ അടപടലം വെട്ടിയത് കൊണ്ടാണ് നിങ്ങൾ അറിയേണ്ടത്. പിന്നെ ഇത് 7 തുടങ്ങി 1 തുടങ്ങി നിന്നത് കൊണ്ടാണ് തലവേദന മുഴുവൻ ഉണ്ടായത്. ഇപ്പൊ ദീപ്തി മേരി വർഗീസ് ആര് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ അടിച്ചത്? ആര് പറയാതെ ഒരു രാവിലെ എഴുന്നേറ്റ് പോസ്റ്റർ അടിക്കാൻ കൊടുക്കും? ഇനി വാഴക്കൻ ആര് പറഞ്ഞിട്ട് പോസ്റ്റർ അടിക്കാൻ കൊടുക്കും? അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള വി ഡി സതീശൻ പറഞ്ഞിട്ടല്ല അടിച്ചടിച്ചത്, അതിനേക്കാൾ കൂടുതലുള്ള ആളുകളാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഇടപെടലുകൾ ഉണ്ടായി. അപ്പൊ അത്തരം ഇടപെടലുകൾ ഉണ്ടായതിനു വേണ്ടിയാണ് KC വേണുഗോപാൽ ഇവിടെ പിടിമുറുക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ വെറുതെ ചെയ്യൂല്ലോ.
പിന്നെ അദ്ദേഹത്തെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് വലിയൊരു നഷ്ടം സംഭവിക്കില്ല. അല്ല, അതല്ല, അദ്ദേഹം ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടം സംഭവിക്കും. കാരണം ഇവിടെ ഒരു മുഖ്യമന്ത്രി വന്നു, അതിപ്പോ സതീശനോ ചെന്നിത്തല ആരും ആയിക്കോട്ടെ, ചെന്നിത്തല കാരണം കോൺഗ്രസ് ഇത്രമാത്രം വളർത്തിയൊരു വ്യക്തിയും അല്ല, സതീശനായിക്കോട്ടെ, ഞാൻ മാത്രം വളർത്തി 3 സീറ്റിലേക്ക് ഒതുക്കി. അല്ല, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ അദ്ദേഹത്തിന് മാത്രം കുഴപ്പമില്ല. കോൺഗ്രസിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. നമ്മളിപ്പോ വെറുതെ പുള്ളിയെ കുറ്റം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതിലുള്ള പ്രധാനപ്പെട്ട കേസ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന KC വേണുഗോപാൽ ആകാനാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ സാധ്യതയും. താങ്കൾ ഒരു കാര്യം കൂടി എഴുതി വെച്ചോ, KC വേണുഗോപാൽ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആലപ്പുഴയിൽ PP ചിത്രരചന തോപ്പിച്ചുകൊണ്ട് ജയിച്ചവരോട് പയ്യനുണ്ട്. മനസ്സിലായി? ഇരിക്കൂറിൽ സജീവ് ജോസഫ് രാജിവെക്കാൻ റെഡിയാണ്. ആലപ്പുഴയില പയ്യന്റെ പേര് വിട്ട് തോമസ്. അതെ, തോമസ് ആണ്. സജീവ് ജോസഫ് രാജിവെക്കുമെന്നാണ് എല്ലാരും പറഞ്ഞത്. അതായത് എവിടെ ഇരിക്കൂറിൽ മറ്റേ കണ്ണൂരിലെ കോട്ടയാണല്ലോ, അവിടെ രാജിവെച്ചിട്ട് അവിടെ ചെന്ന് പുള്ളി മത്സരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവിടെ തന്നെ 37-40 വോട്ടിനാണ് സജീവ് ജോസഫ് ജയിച്ചേക്കണം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ രാജിവെപ്പിക്കൂല. ഞാനിപ്പോ പറയുന്നു KC മുഖ്യമന്ത്രി ആകാനാണ് സാധ്യത. KC മുഖ്യമന്ത്രി ആവുമ്പോ ഇവിടെ നിന്ന് ഈ പയ്യൻ രാജിവെക്കും. ആ പയ്യൻ രാജിവെക്കുമ്പോ ആ പയ്യനും കുഴപ്പമുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ ഉടനെ തന്നെ ലോക്സഭയിലേക്കും മത്സരിക്കും. രണ്ടും ആലപ്പുഴയിൽ ഒതുങ്ങും. VD സതീശൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു. വേറെ VD സതീശൻ അടങ്ങിയിരുന്നാലും ഇല്ലെങ്കിലും VD സതീശനോട് പറയാനൊരു ന്യായമുണ്ട്. കാരണം VD സതീശൻ ഇതുവരെ മന്ത്രിയായിട്ട് VD സതീശനോട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തൽക്കാലം നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ പോർട്ട്ഫോളിയോ ചെയ്തു എടുത്തു. ആഭ്യന്തരം തരില്ല, ബാക്കിയുള്ളത് പോർട്ട്ഫോളിയോ എടുത്തു പറഞ്ഞാൽ ആഭ്യന്തരമോ ഇനി ഏറ്റവും കൂടിയ മാസം വെച്ച് ധനകാര്യമോ കൊടുത്തുകൊണ്ട് ആ കാര്യം സെറ്റിൽ ചെയ്യാം. പിന്നെ ഇതിൽ 43-50ഓളം ഇപ്പൊ 63 പേരെ ആകെ കോൺഗ്രസിന് ജയിച്ചിട്ടുള്ളൂ. 63 പേര് ജയിച്ചതിൽ വലിയ ഭൂരിപക്ഷം ഉള്ളത് ഈ പുള്ളിക്കാണ്. കാരണം ഒരു അത് കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ കൂടെ ആളുകൾ ഉണ്ടെന്നാണ്. ഏറ്റവും കുറവ് ആളുകൾ VD സതീശനാണെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഏതാണ്ട് VD സതീശന് കൂടെ ആളുകൾ ഉണ്ടാവും. രമേശ് ചെന്നിത്തലയുടെ 10 ആളുണ്ടാൻ കഴിയില്ല. പക്ഷെ ഇതിനകത്ത് വലിയൊരു ഗ്രൂപ്പ് വേറെ ഉണ്ട്. അവർ A ഗ്രൂപ്പാണ്. അവർക്കൊരു വലിയ സ്വാധീനമുണ്ട്. 8-10 ആളുകളിലേക്ക് സ്വാധീനമുണ്ട്. അപ്പൊ A ഗ്രൂപ്പിന് പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ അറിയാമോ, ബെന്നി ബെഹനാൻ KPC പ്രസിഡന്റ് ആവും. അപ്പൊ KPC പ്രസിഡന്റ് ആയാലും ഒരു ഡീലായി. ആര് KCയും ബെന്നിയുമായിട്ടൊരു ഡീലായ A ഗ്രൂപ്പിന്റെ ആരും റെഡി. അപ്പൊ ഇനി A ഗ്രൂപ്പിന് അല്ലെങ്കിൽ തന്നെ VD സതീശനാണെന്ന് താല്പര്യം ഇല്ല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളവും VD സതീശൻ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രിയായിട്ട് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ പറയുന്നത് ഓപ്റ്റ് ചെയ്യുന്നത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത. പക്ഷെ ഞാൻ തുറന്നു പറയുന്നു, ഒരു നാച്ചുറൽ ചോയ്സ് ആകുന്നതും വളരെ ജസ്റ്റിസ് ചെയ്യുന്നതും സത്യത്തിൽ VD സതീശനോടാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലമായി വലിയ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം അല്ലായിരുന്നു വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഇത്ര ഗംഭീരമായിട്ടുള്ള വിജയമൊന്നും ഉണ്ടാവില്ല. ജനം ജയിപ്പിക്കും, പക്ഷെ എങ്കിൽ പോലും ഇത്ര ഗംഭീരം. കാരണം സതീശന്റെ സ്ട്രാറ്റജികൾ, സതീശന്റെ പഠനങ്ങൾ, സതീശന്റെ ക്യാമ്പയിൻ ഇതെല്ലാം തന്നെ വലിയ തോതിൽ ഗുണം കഴിവ് കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്ക് എന്തും പിന്നെ KCനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്താ കാര്യം, KCക്ക് ഇപ്പൊ തന്നെ 65-66 വയസ്സും ഈ 66 വയസ്സുള്ള ഒരാൾ ഈ 5 കൊല്ലം ഭരണം എങ്ങനെ ഇരിക്കുന്നത് നമ്മളൊക്കെ ഒന്നും അറിയില്ലെങ്കിൽ KC കൃത്യമായിട്ട് അറിയാം. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞ് 70 കൊല്ലം, ഈ 70 കൊല്ലം കഴിഞ്ഞ് പിന്നെ CPM അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി ഭരിച്ചിട്ട് നേരെ വീണ്ടും എന്ത് ചെയ്യും, CPM ഭരിച്ചിട്ട് പിന്നെ 75-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒരു പരിശ്രമം ഉണ്ടാക്കാൻ പറ്റും. ഇനി ആ സമയത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ ഇവിടെ ഈ ഇത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും ഇല്ല. കാരണം എന്താ, കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി വന്നാൽ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഒപ്പം മാറിയെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി വന്നാൽ ആ മുഖ്യമന്ത്രി വലിയൊരു അധികാര കേന്ദ്രമാവുകയും പതുക്കെ ഈ സംഘടനയിൽ വലിയ തോതിൽ പിടിമുറുക്കുകയും വലിയ കരിസ്മയുള്ള ഒരു നേതാവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ മാറുകയും ചെയ്താൽ പിന്നെ യഥാർത്ഥത്തിൽ KC ഹൈക്കമാൻഡ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പോലും അത്ര വലിയ പ്രാധാന്യം കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയല്ലേ, ഇത് അവസരങ്ങളുടെ കലയല്ലേ. ഈ കലയിൽ ഏറ്റവും നല്ല കലാകാരനും ജയിക്കും എന്ന് വിചാരിച്ച് ഇപ്പോഴുള്ള സാഹചര്യത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തും. ആകെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ പോലും ഹൈക്കമാൻഡിന്റെ പിന്തുണ അദ്ദേഹത്തിനാണെന്നാണ്. കാരണം ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള കൂടിയായിരിക്കും അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ചിട്ടുണ്ടാവുക. അദ്ദേഹം ഇവിടെ ഫുൾ ടൈം ചെലവഴിച്ചിട്ടുണ്ടാവും. ഒന്ന്, എല്ലാ വിമത നീക്കങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. രണ്ടാമത്തേത്, ബ്ലോക്ക് പ്രസിഡന്റുമാർ വരെയുള്ള ആളുകൾക്ക് പോലും ഫണ്ട് കൃത്യമായി എത്തിക്കുന്നതിൽ അദ്ദേഹം നേരിട്ടാണ് ഇടപെട്ടിരുന്നത്. ഞാൻ തുറന്നു താങ്കളോട് പറഞ്ഞാൽ എനിക്ക് വളരെ അറിയാവുന്ന ചില KPCC ജനറൽ സെക്രട്ടറിമാരൊക്കെ മറ്റു പല ജില്ലകളിലുമുള്ളവർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്താണ്. അത് KCയുടെ നിർദ്ദേശപ്രകാരം ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, KCക്കാണ് മുൻതൂക്കമുള്ളത്. KC ആകാനാണ് ഏതാണ്ട് എല്ലാ സാധ്യതയും. കാരണം ഇതിനേക്കാൾ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ ചിലരൊക്കെ ചോദിക്കും, സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി അല്ലേ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആയില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ
10 ഇരട്ടി വലിയ ചരിത്രത്തിൽ ഇടപിടിക്കാൻ പോകുന്ന ഒരു സ്ഥാനമാണിതെന്നും ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും എന്ത് ചെയ്യും, പിന്നെയും കരുത്തുണ്ടാവുമെന്ന് നമുക്കറിയാം. അല്ലാതെ 5 കൊല്ലം സതീശനായി കഴിഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും പിടിച്ച് കേസിനാക്കാൻ പറ്റൂല. ഈ കേസിക്ക് ഇപ്പൊ 43 പിന്തുണണെങ്കിൽ വേറെ ആളെങ്ങാനും മുഖ്യമന്ത്രിയായ ഒരു 5 ദിവസം കഴിഞ്ഞാൽ മിക്കവാറും ആ പിന്തുണ എന്തില്ല, പിന്നെ ഉണ്ടാവില്ല. കോൺഗ്രസ് അല്ലേ പാർട്ടി, സ്വാഭാവികമായിട്ട് എത്ര പേര് ലോയലായിട്ട് നിൽക്കുമെന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കേസിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം കെ കരുണാകരനോട് അതുപോലെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ കെ കരുണാകരന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കേസിക്ക് അറിയാം. അപ്പൊ കേസി ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് സാധ്യത ഏറ്റവും കുറവുള്ള രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ. ഇന്നിപ്പോ യഥാർത്ഥത്തിൽ മറ്റേ ഇതും കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് NSS പറഞ്ഞിട്ടുണ്ട് സാധ്യതകളുണ്ട്. എന്റെ വിശ്വാസം തോന്നിയത് മനഃപൂർവ്വം പറഞ്ഞുകൂടിയായിരിക്കും. ഒന്ന് കേസി വന്ന് കാണാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ കേസി ആകട്ടെ എന്ന് സുകുമാരനാരോട് വിചാരിച്ചിട്ടുണ്ട്. അതെന്താ കാര്യം വെച്ചാൽ ഒരു മുസ്ലിം ലീഗിന്റെ പിന്തുണ പിടിക്കാണെന്ന് പറയുന്നു, അതുപോലെ NSSന് പിന്തുണ ഇവർക്കാണെന്ന് പറഞ്ഞപ്പോൾ രണ്ടും ഇല്ലാത്തൊരു കോംപ്രമൈസിംഗ് കാൻഡിഡേറ്റ് എന്തില്ലേ വലിയൊരു സാധ്യതയാണ്. അപ്പൊ അതാണ് അതിന്റെ സാധ്യത. പിന്നെ VD സതീശന് പറ്റിയുള്ള ഏക മിസ്റ്റേക്ക് ഞാൻ വിചാരിക്കുന്നത് VD സതീശൻ ക്യാമ്പിന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് ഒന്ന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വാട്സ്ആപ്പ് ചാറ്റൊക്കെ പുറത്തേക്ക് വിട്ടത് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കുക, അതിന് കേസിയെ ചീത്ത വിളിക്കാനാണ് വ്യക്തി. പിന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പിന്തുണ എന്ന് പറയുന്നത് അത് വലിയ ഡാമേജ് ഉണ്ടാക്കും. അതായത് മുസ്ലിം ലീഗിന്റെ പിന്തുണ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള ഒരു മുഖ്യമന്ത്രി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് വലിയ തോതിലുള്ള അതില്ലായിരുന്നുവെങ്കിൽ എല്ലാം കൊണ്ടും ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ VD സതീശനാണ്. കാരണം VD സതീശൻ വളരെ നല്ല പ്ലെയർ ആണ്. VD സതീശന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നതാണ് മനസ്സിലായത്. കാരണം രമേശ് ചെന്നിത്തല പോലെ ആവുമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, പുള്ളി വളരെ സിസ്റ്റമാറ്റിക്കായി കൃത്യമായിട്ട് ഓരോ പദ്ധതികൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കിയ ഒരാളാണ്. പിന്നെ അദ്ദേഹത്തോട് ഇനി പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതൊക്കെ ശരി തന്നെ, പക്ഷെ മന്ത്രിയൊന്നായിട്ടുള്ള ഈ പ്രായം തുടങ്ങിയല്ലോ, നമുക്ക് എന്ത് ചെയ്യും, താൽക്കാലികം ഏറ്റെടുക്കുന്നത് ഹൈക്കമാൻഡ് നിർബന്ധിക്കാം. ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് KC ആണ് മുഖ്യമന്ത്രി എങ്കിൽ രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും ഒക്കെ ഞങ്ങളുടെ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ ഇന്ന് തന്നെ VD സതീശന് ഏറ്റവും അടുത്ത ആളാണ് നൗഷാദ് അലി. അദ്ദേഹം പാവം പൊന്നാനെങ്കിലും ജയിക്കില്ല എന്ന് വിചാരിച്ചാണ് ഈ മലയാള പൊക്കത്തിൽ അദ്ദേഹവും ജയിച്ച് പോന്നു. അദ്ദേഹം എന്ന് പറഞ്ഞേക്കുന്നത് KC സതീശന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാക്കിയത്. അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാരും പറയുമല്ലോ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നുള്ള വാചകം കൂടി ലാസ്റ്റ് ചേർത്താൽ മതി. ദീപ്തി മേരി വർഗീസ് പറയുന്നത് ഇവര് 3 പേരും മിടുക്കന്മാരാണ്, പക്ഷെ തെരഞ്ഞെടുപ്പ് നയിച്ചതും ചുമതല വഹിച്ചതും എല്ലാം കേസ് പോലാണ്. ഇതിന്റെ കാര്യം കൃത്യമാണ്. അതുകൊണ്ട് ഈ അടി തുടരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേതിനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. എന്താ കാര്യം, തെരഞ്ഞെടുപ്പിന്റെ പിന്നെ നോമിനേഷൻ കൊടുക്കുന്നതിൽ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ തീരുമാനിക്കും. ഇന്നിപ്പോ നിരീക്ഷകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ MLA-മാരും ഒറ്റക്ക് കാണുന്നുണ്ട്. ഒറ്റക്കൊറ്റ കാണുമ്പോ ഈ 40 ഇനി സതീശൻ നിന്ന് മുമ്പോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡ് കൂടി ഉണ്ട്. ആ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് ഉണ്ട് അഭിപ്രായം ചെയ്തുകൊണ്ടാണ്. അപ്പൊ സതീശന് ചെറിയ പ്രതീക്ഷയാണ് 20 കൂടുതലെങ്കിലും ചെയ്യും. സതീശൻ ചെയ്യാതിരുന്നൊരു കാര്യം, സതീശന്റേതായിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പിനെ എന്ത് ചെയ്തിട്ടില്ല, ബിൽഡ്. അത് ഇപ്പോഴും A ഗ്രൂപ്പിൽ ശക്തമാണ്. KC ഗ്രൂപ്പിലേക്ക് അധികം ആളുണ്ടായില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് ആളുകൾ ചെയ്യുന്നു. കാരണം അദ്ദേഹത്തോടൊപ്പം 4 സീറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് സാധ്യതകളിൽ ഏറ്റവും സാധ്യത എന്റെ ഒരു നിരീക്ഷണത്തിൽ KC വേണുഗോപാലിനാണ്. പക്ഷെ കോൺഗ്രസ് അല്ലേ എന്തും സംഭവിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഇനി അടുത്തില്ല എന്ത് മന്ത്രിമാരിൽ ആരൊക്കെ ആവുന്നുള്ള ഇപ്പൊ സത്യം പറഞ്ഞാൽ ഓരോരുത്തരും കാണാൻ പോകുന്നവര് പേടിച്ചിട്ടാണ്. കാരണം ഇയാളായാൽ അല്ല, ഇയാളെ ഞാൻ കാണാൻ പോയാൽ എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടണമെങ്കിൽ ഇയാളെ കാണും. പക്ഷെ മറ്റയാളെ കാണാൻ പോയാൽ ചിലപ്പോ എന്ത് ചെയ്യില്ല, അയാളായില്ലെങ്കിൽ പണിയോ. അപ്പൊ കോൺഗ്രസിന്റെ MLA-മാരൊക്കെ സാധുവെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആരാകാൻ സാധ്യത. ഇനി ആകാൻ സാധ്യതയുള്ള ഒരാളെ കിട്ടിയിട്ട് വേണം അവരുടെ അടുത്ത് എല്ലാവർക്കും കൂടി ചെല്ലാൻ വേണ്ടി. അപ്പൊ ഇത് നിസാര പ്രശ്നമല്ല. പഴയ പോലെ തന്നെയുള്ള വലിയ പോരാട്ടങ്ങളിലേക്ക് കിടക്കും. പിന്നെ ആരായാലും ഞാൻ വിചാരിക്കുന്നത് ഈ പോരാട്ടം തുടരും എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേച്ചർ വെച്ചിട്ട് പോരാട്ടങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ അവസാനിക്കുന്ന ലക്ഷണമില്ല. അത് തുടരും എന്നുള്ളതാണ്. പിന്നെ മുസ്ലിം ലീഗ് അഭിപ്രായം സത്യത്തിൽ പറയരുതായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
അത് അദ്ദേഹം അങ്ങനെ വളരെ കൃത്യമായ ഒരു പിന്തുണ മെഡിസേഷന് കൊടുത്താണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മാധ്യമങ്ങൾ പറയിപ്പിച്ചാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായ അദ്ദേഹം പറഞ്ഞു പോയൊരു കാര്യമാണ്. ഇനി അതും മാറിക്കൂടാതൊന്നുമില്ല. ഹൈക്കമാൻഡിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരാളെ തീരുമാനിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് കടമ്പിടുത്തം പിടിച്ചുകൊണ്ട് അത് പറ്റില്ലെന്നൊന്നും മുസ്ലിം ലീഗ് ഒരിക്കലും അറിയില്ല. മുസ്ലിം ലീഗിന് ഡിമാൻഡുകൾ ഉണ്ടാവും. ആ ഡിമാൻഡുകൾ ആരാണെങ്കിലും അംഗീകരിക്കും. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് സത്യത്തിൽ KC വേണുഗോപാൽ വരും എന്നാണ് ഡൽഹിയിൽ നിന്ന് പോലും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, ഒരിക്കലും ഇല്ലാത്ത വിധം വലിയ ഇടപെടലുകൾ KC ഇന്നലെ നടത്തിയിട്ടുണ്ട്. പക്ഷെ വിജയത്തിന്റെ ശില്പി ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഉറപ്പായിട്ടും കൊടുക്കേണ്ടത്